ഹായ് ഓൾ, സീക്വൽ പഠിക്കുന്ന ഒരു എൻഡ് ടു എൻഡ് ലെക്ചർ സീരീസിന്റെ 9th വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇതുവരെയുള്ള വീഡിയോയിൽ DDL കമാൻഡ്സും DQL കമാൻഡ്സും എന്താണ് ഏതൊക്കെയാണെന്നൊക്കെയാണ് നോക്കിയത്. ഈ ഒരു വീഡിയോയുടെ DML കമാൻഡ്സ് അഥവാ ഡേറ്റ മാനിപ്പുലേഷൻ ലാംഗ്വേജ് കമാൻഡുകളാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. എപ്പോഴത്തെ പോലെയും ആരും വീഡിയോ സ്കിപ്പ് ചെയ്യേണ്ട അവസാനം വരെ കാണാൻ ശ്രമിക്കുക. ഇറ്റ്സ് മീ അഡോൺ മാത്യു. വെൽക്കം ടു ഡേറ്റ സോൾ. നമ്മൾ സീക്വലിന്റെ പാർട്ട് 4 വീഡിയോയിൽ സീക്വൽ കമാൻഡുകളെ 5 ആയിട്ട് തരംതിരിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞായിരുന്നു. അപ്പോൾ അതാണ് ഫസ്റ്റ് എന്ന് പറഞ്ഞ DDL കമാൻഡ്, സെക്കൻഡ് DQL, തേർഡ് എന്ന് പറഞ്ഞ DML, ഫോർത്ത് എന്ന് പറഞ്ഞ DCL ആൻഡ് ഫിഫ്ത്ത് TCL. അപ്പോൾ നമ്മൾ ഇതുവരെയുള്ള വീഡിയോസിൽ DDL കമാൻഡും ഫസ്റ്റ് ആൻഡ് സെക്കൻഡ്, അതായത് DDL കമാൻഡ്സും DQL കമാൻഡ്സും എന്താണെന്നും അതിനെക്കുറിച്ച് ഫുൾ വ്യക്തമായിട്ട് ഡിസ്കസ് ചെയ്തിരുന്നു. ഈ ഒരു വീഡിയോയുടെ നമ്മൾ തേർഡ് ടൈപ്പ് ഓഫ് സീക്വൽ കമാൻഡ്സ്, അതായത് DML കമാൻഡ്സിനെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. DML കമാൻഡ്സ് എന്ന് പറഞ്ഞാൽ ഡാറ്റ മാനിപ്പുലേഷൻ ലാംഗ്വേജ് കമാൻഡ് എന്നാണ് അർത്ഥം. അതായത് നമ്മുടെ കയ്യിൽ ഇങ്ങനെ ഡാറ്റയെ മാനിപ്പുലേറ്റ് ചെയ്യുക, അതായത് മോഡിഫൈ ചെയ്യാൻ സഹായിക്കുന്ന കമാൻഡുകളാണ് DML കമാൻഡ്സ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ DML കമാൻഡ്സിലെ പ്രധാനപ്പെട്ട 3 കമാൻഡുകളാണ് അപ്ഡേറ്റ്, ഇൻസേർട്ട് ആൻഡ് ഡിലീറ്റ്. അപ്പോൾ ഈ 3 കമാൻഡുകളുടെ ഫംഗ്ഷൻ എന്താണെന്നും നമ്മൾ MySQL ഇതെങ്ങനെയാണ് കോഡ് ചെയ്യുന്നതെന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. നമുക്കിനി MySQL ഓപ്പൺ ചെയ്ത് ഒരു ഡാറ്റാബേസും ടേബിളും ക്രിയേറ്റ് ചെയ്തതിനു ശേഷം ഇതിപ്പോൾ നേരത്തെ പറഞ്ഞ 3 DML കമാൻഡ്സ് എങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടതെന്ന് നോക്കാം. നമുക്കിനി MySQL ഓപ്പൺ ചെയ്യാം. എൻ്റെ പാസ്വേഡ് 12345 ആണ്. നമുക്കിനി മൊബൈൽസ് എന്ന് പറഞ്ഞ ഡേറ്റാബേസ് ക്രിയേറ്റ് ചെയ്യാം. അതിനുശേഷം പ്രൊഡക്ട്സ് എന്ന് പറഞ്ഞ ടേബിൾ ക്രിയേറ്റ് ചെയ്ത് അതിലേക്ക് വാല്യൂസ് ഇൻസേർട്ട് ചെയ്യാം. നമ്മുടെ ഇതുവരെയുള്ള വീഡിയോസ് ഫോളോ ചെയ്യുന്നവരാണ് നിങ്ങളെന്നുണ്ടെങ്കിൽ ഇവിടെ കാണുന്ന ടൈം സ്റ്റാമ്പിലേക്ക് നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഞാൻ ഡേറ്റാബേസും ടേബിളും ക്രിയേറ്റ് ചെയ്യാൻ പോവാണ്. ഇപ്പം നമ്മളിവിടെ മൊബൈൽസ് എന്ന് പറഞ്ഞ ഡേറ്റാബേസ് ക്രിയേറ്റ് ചെയ്തു. അതിനുശേഷം പ്രൊഡക്ട്സ് എന്ന ടേബിൾ ക്രിയേറ്റ് ചെയ്ത് അതിലേക്ക് വാല്യൂസ് ഇൻസേർട്ട് ചെയ്തു. ഇനി നമുക്ക് ഫസ്റ്റ് DML കമാൻഡ് അപ്ഡേറ്റ് എന്താണെന്ന് നോക്കാം. അപ്പോൾ അപ്ഡേറ്റ് എന്ന് പറയുന്ന കമാൻഡ് യൂസ് ചെയ്യുന്നത് ഓൾറെഡി എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ഡേറ്റയെ അപ്ഡേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമുക്കൊരു യൂസ് കേസിലൂടെ അത് മനസ്സിലാക്കാം. അപ്പം ഞാൻ ജസ്റ്റ് ഇവിടെ ക്രിയേറ്റ് ചെയ്ത ടേബിൾ നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാം. സെലക്ട് സ്റ്റാർ ഫ്രം പ്രൊഡക്ട്സ്. ഇപ്പം നിങ്ങൾക്ക് ഇവിടെ ക്രിയേറ്റ് ചെയ്ത ടേബിൾ കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ 4 കോളംസ് ആണുള്ളത്. പ്രൊഡക്റ്റ് ID ഉണ്ട്, പ്രൊഡക്റ്റ് നെയിം ഉണ്ട്, പ്രൈസ് ഉണ്ട്, ബ്രാൻഡ് ഉണ്ട്. ഇവിടെ ഈ 4 പ്രൊഡക്റ്റ് ആയിട്ടുള്ള മൊബൈൽ, അതായത് Pixel 3 എന്ന് പറഞ്ഞ മൊബൈലിൻ്റെ പ്രൈസ് 22,000 rupees ആണ്. സപ്പോസ് എനിക്ക് എൻ്റെ പ്രൈസ് 22,000 മാറ്റിയിട്ട് 23,000 മാറ്റണമെന്നുണ്ടെങ്കിൽ, അതായത് ഈ പ്രൈസ് എനിക്ക് അപ്ഡേറ്റ് ചെയ്യണം 22,000 നിന്നും 23,000. അപ്പോൾ ഈ ഒരു കേസിൽ ഞാൻ യൂസ് ചെയ്യുന്ന കമാൻഡാണ് അപ്ഡേറ്റ് എന്ന് പറയുന്നത്. അതായത് ഓൾറെഡി എക്സിസ്റ്റിംഗ് ആയുള്ള ഡേറ്റയെ നമ്മൾ മോഡിഫൈ ചെയ്ത് പുതിയൊരു വാല്യൂ കൊടുക്കാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ നമുക്ക് അതിന് എങ്ങനെ കൊടുക്കുന്നത് നോക്കാം. അപ്പോൾ അതിൻ്റെ കമാൻഡാണ് അപ്ഡേറ്റ് പ്രൊഡക്ട്സ് സെറ്റ് പ്രൈസ് ഈക്വൽ ടു, നമ്മൾ പ്രൈസ് കൊടുക്കുന്നത് 23,000 ആണ്. വേർ പ്രൊഡക്റ്റ് അണ്ടർസ്കോർ ID ഈക്വൽ ടു 4. അപ്ഡേറ്റ് പ്രൊഡക്ട്സ്, അപ്ഡേറ്റ് എന്ന് പറയുന്നതാണ് ഇവിടുത്തെ DML കമാൻഡ്. പ്രൊഡക്ട്സ് എന്ന് പറയുന്നതാണ് ഇവിടുത്തെ ടേബിൾ നെയിം. അതായത് അപ്ഡേറ്റ് പ്രൊഡക്ട്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രൊഡക്ട്സ് എന്ന ടേബിൾ നമ്മൾ അപ്ഡേറ്റ് ചെയ്യണം. എന്തായിട്ടാണ് അപ്ഡേറ്റ് ചെയ്യേണ്ടത്? നമ്മൾ കൊടുക്കുന്ന പുതിയ വാല്യൂ എന്താണ്? പ്രൈസ് എന്ന് പറയുന്ന കോളത്തിൽ 23,000 കൊടുക്കണം. അപ്പോൾ അത് കൊടുക്കുകയാണ് സെറ്റ് പ്രൈസ് ഈക്വൽ 23,000. ഇനി ഈ ഒരു പ്രൊഡക്ട്സ് എന്ന ടേബിളിൽ ഏത് റോയിലാണ് നമ്മൾ ഈ ഒരു വാല്യൂ കൊടുക്കേണ്ടത്? അപ്പോൾ അതാണ് വേർ പ്രൊഡക്റ്റ് ID ഈക്വൽ ടു 4. അപ്പോൾ ഇതാണ് ഇവിടുത്തെ കണ്ടീഷൻ. അതായത് പ്രൊഡക്ട്സ് എന്ന ടേബിളിലെ പ്രൊഡക്റ്റ് ID ഈക്വൽ ടു 4 എന്ന് പറയുന്ന റോയിൻ്റെ പ്രൈസ് നമ്മൾ 23,000 ആയിട്ട് അപ്ഡേറ്റ് ചെയ്യണം എന്നാണ് പറയുന്നത്. ഇനി ഈ ഒരു ക്വറി സക്സസ്ഫുൾ എക്സിക്യൂട്ട് ആയിട്ടുണ്ടോ എന്ന് നമുക്ക് നോക്കാം. അപ്പോൾ അതിന് വേണ്ടി നമുക്ക് സെലക്ട് സ്റ്റാർ ഫ്രം പ്രൊഡക്ട്സ് ടൈപ്പ് ചെയ്യാം. ഇപ്പോൾ നമുക്ക് ആ ടേബിളിൽ എൻ്റെ ഡേറ്റ കാണാം. അപ്പം പ്രൊഡക്റ്റ് ID ഈക്വൽ ടു 4 പ്രൈസ് 23,000 ആയിട്ട് അപ്ഡേറ്റ് ആയിട്ടുണ്ടോ നോക്കി ചെക്ക് ചെയ്യാം. നമുക്കിനി പ്രൊഡക്റ്റ് ID 4 നോക്കാം. അപ്പോൾ നമുക്കിവിടെ കാണാം പ്രൊഡക്റ്റ് ID 4 Pixel 3 അതിൻ്റെ പ്രൈസ് 23,000 അപ്ഡേറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ നേരത്തെ നമ്മൾ കണ്ടത് 22,000 ആയിരുന്നു, ഇപ്പോൾ 23,000 അപ്ഡേറ്റ് ചെയ്തു.
അപ്പോൾ അപ്ഡേറ്റ് എന്ന് പറഞ്ഞ DML കമാൻഡ് നമ്മൾ യൂസ് ചെയ്യുന്നത് ഓൾറെഡി എക്സിസ്റ്റിംഗ് ആയുള്ള ഡേറ്റയെ മോഡിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ്, അപ്ഡേറ്റ് ചെയ്ത് പുതിയൊരു വാല്യൂ കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി നമുക്ക് അടുത്ത DML കമാൻഡായിട്ടുള്ള ഇൻസേർട്ട് എങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടത് നോക്കാം. ഇൻസേർട്ട് എന്ന് പറയുന്ന കമാൻഡ് നമുക്ക് എല്ലാവർക്കും പരിചയമുള്ളതാണ്. നമ്മൾ ഇതിനു മുമ്പുള്ള വീഡിയോസിലൊക്കെ ഇൻസേർട്ട് എന്ന് പറയുന്ന കമാൻഡ് യൂസ് ചെയ്തിട്ടുള്ളതാണ്. അതായത് ഓൾറെഡി എക്സിസ്റ്റിംഗ് ആയുള്ള ടേബിളിലേക്ക് നമുക്ക് വാല്യൂസ് ആഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇൻസേർട്ട് എന്ന് പറയുന്ന കമാൻഡ് നമ്മൾ യൂസ് ചെയ്യുന്നത്. നമുക്ക് ഒന്നുകൂടി നോക്കി നോക്കാം. അതായത് ഇപ്പോൾ ഓൾറെഡി നമ്മുടെ ഒരു ടേബിൾ ഉണ്ട്, ഓൾറെഡി 70 റോസ് ഓഫ് ഡാറ്റ ഉണ്ട്. നമുക്കൊരു 71 ത്രോ ഇതിലേക്ക് ഒന്ന് ഇൻസേർട്ട് ചെയ്ത് നോക്കാം. അപ്പോൾ അതിന് ടൈപ്പ് ചെയ്യേണ്ട കമാൻഡാണ് ഇൻസേർട്ട് ഇൻറ്റു പ്രൊഡക്ട്സ് വാല്യൂസ്. നമുക്ക് 71 റോയാണ് കൊടുക്കുന്നത്, 71 കൊടുക്കാം, കോമ. നമുക്ക് ഫോണിൻ്റെ പേര് തൽക്കാലം iPhone 16 എന്ന് കൊടുക്കാം, iPhone 16, കോമ. അതിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് ഒരു 1,30,000 കൊടുക്കാം, കോമ. ബ്രാൻഡ് എന്ന് പറയുന്നത് ആപ്പിളും കൊടുക്കാം. ഇനി നമുക്കതൊന്ന് എക്സിക്യൂട്ട് ചെയ്ത് നോക്കാം. അപ്പോൾ ക്വറി ഓക്കെ, അത് ക്വറി സക്സസ്ഫുള്ളി എക്സിക്യൂട്ട് ആയിട്ടുണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ ഇൻസേർട്ട് എന്ന് പറഞ്ഞ കമാൻഡ് വേണം ഞാൻ ജസ്റ്റ് ഒന്നുകൂടെ പറഞ്ഞുതരാം. അതായത് ഇൻസേർട്ട് ഇൻറ്റു പ്രൊഡക്ട്സ്, അതായത് പ്രൊഡക്ട്സ് എന്ന ടേബിളിലേക്ക് നമ്മൾ ഇൻസേർട്ട് ചെയ്യാൻ പോവാണ് വാല്യൂസ്. ഏത് വാല്യൂസ്? 71 iPhone 16, 1,30,000 ആപ്പിൾ. അപ്പോൾ ഈ വാല്യൂസ് നമ്മൾ കൊടുക്കേണ്ടത് ഓരോ കോളത്തിന് ഡിപ്പെൻഡ് ആയിട്ടാണ്. ഇത് നമുക്ക് ഇൻ്റർചേഞ്ച് ചെയ്ത് കൊടുക്കാൻ പാടില്ല. നമ്മൾ ഓരോ കോളത്തിൻ്റെ ബേസിലായിട്ടാണ് ഈ ഒരു വാല്യൂസ് കൊടുക്കേണ്ടത്. അതായത് ഇവിടുത്തെ കോളംസ് നമുക്കറിയാം product_ID, product_name, പ്രൈസ് ആൻഡ് ബ്രാൻഡ്. അപ്പോൾ അതിന് കറസ്പോണ്ടിങ് ആയുള്ള വാല്യൂസ് ആണ് നമ്മളിവിടെ കൊടുത്തിട്ടുള്ളത്. ഇനി ഇപ്പോൾ നമ്മൾ കൊടുത്ത ഈ വാല്യൂസ് ഇവിടെ അപ്ഡേറ്റ് ആയിട്ടുണ്ടോ നമുക്ക് ചെക്ക് ചെയ്യാം. സെലക്ട്, അതിനുവേണ്ടി നമുക്ക് സെലക്ട് എന്ന കമാൻഡ് യൂസ് ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് കണ്ടാൽ മനസ്സിലാവും പ്രൊഡക്ട്സ് എന്ന ടേബിളിൽ 71 റോസ് ഓഫ് ഡാറ്റ ആയിട്ടുണ്ട്. അതായത് 71 റോ എന്ന് പറയുന്നത് iPhone 16 എന്ന് പറഞ്ഞ മൊബൈലാണ്. അതിൻ്റെ പ്രൈസ് 1,30,000 ആണ്. അതിൻ്റെ ബ്രാൻഡ് എന്ന് പറയുന്ന ആപ്പിളാണ്. ഇപ്പോൾ ഇൻസേർട്ട് എന്ന കമാൻഡ് യൂസ് ചെയ്ത് എങ്ങനെയാണ് ടേബിളിലേക്ക് വാല്യൂസ് ആഡ് ചെയ്യുന്നത് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഇനി നമുക്ക് അടുത്തായി ഡിലീറ്റ് എന്ന് പറയുന്ന കമാൻഡ് എന്താണെന്ന് നോക്കാം. അപ്പം ഇൻസേർട്ട് എന്ന് പറയുന്ന കമാൻഡ് യൂസ് ചെയ്ത് ഒരു ടേബിളിലേക്ക് വാല്യൂസ് ആഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇതേപോലെ തന്നെ ടേബിളിൽ നിന്നും ഒരു വാല്യൂ ഡിലീറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന കമാൻഡാണ് ഡിലീറ്റ് എന്ന് പറയുന്നത്. അതായത് നമ്മൾ ഇവിടെ ഉണ്ടാക്കിയ റോ ആണ് 71 എന്ന് പറയുന്നത്. ഈ 71 റോ എനിക്ക് ഡിലീറ്റ് ചെയ്ത് കളയണം എന്നുണ്ടെങ്കിൽ ഞാൻ ഇവിടെ യൂസ് ചെയ്യുന്ന കമാൻഡാണ് ഡിലീറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ അതെങ്ങനെയാണ് യൂസ് ചെയ്തത് നമുക്ക് നോക്കാം. ഡിലീറ്റ് from products where product_ID equal to 71. നമുക്ക് എക്സിക്യൂട്ട് ചെയ്ത് നോക്കാം. അപ്പോൾ ക്വറി ഓക്കെ എന്ന് കാണിച്ചിട്ടുണ്ട്. അത് ക്വറി സക്സസ്ഫുൾ റൺ ആയിട്ടുണ്ട്. ഇനി കമാൻഡ് എന്താണെന്ന് നോക്കാം. ഡിലീറ്റ് ഫ്രം പ്രൊഡക്ട്സ്, അതായത് പ്രൊഡക്ട്സ് എന്ന് പറഞ്ഞ ടേബിളിൽ നിന്നും നമ്മൾ ഡിലീറ്റ് ചെയ്യണം. എന്ത്? ഇനി കണ്ടീഷനാണ് കൊടുക്കേണ്ടത്. വേർ product_ID equal to 71, അതായത് പ്രൊഡക്ട്സ് എന്ന് പറഞ്ഞ ടേബിളിൽ നിന്നും product_ID 71 റോ ഡിലീറ്റ് ചെയ്യണം എന്നാണ് ഈ കമാൻഡ് അർത്ഥം. ഇത് വർക്ക് ആയിട്ടുണ്ടോ എന്ന് നമുക്ക് നോക്കാം. അപ്പോൾ അതിനുവേണ്ടി സെലക്ട് എന്ന കമാൻഡ് യൂസ് ചെയ്യാം. സെലക്ട് സ്റ്റാർ ഫ്രം പ്രൊഡക്ട്സ്. ഇപ്പം നമുക്കിവിടെ കാണുന്ന പോലെ 71 റോ ഡിലീറ്റ് ആയി പോയിരിക്കുകയാണ്. അപ്പോൾ ഡിലീറ്റ് എന്ന കമാൻഡ് യൂസ് ചെയ്യുന്ന റോസ് ഓഫ് ഡാറ്റ ഡിലീറ്റ് അടിച്ച് കളയാൻ വേണ്ടിയിട്ടാണ്. ഇനി എനിക്ക് ഈ ടേബിളിലെ എൻ്റെ ഡാറ്റ ഡിലീറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ യൂസ് ചെയ്യേണ്ട കമാൻഡാണ് ട്രങ്കേറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ട്രങ്കേറ്റ് എങ്ങനെയാണ് യൂസ് ചെയ്യുന്നത് നോക്കാം. ട്രങ്കേറ്റ് ടേബിൾ പ്രൊഡക്ട്സ്. അപ്പോൾ ഞാൻ കോഡ് റൺ ചെയ്യാൻ പോവാണ്. ക്വറി ഓക്കെ, അതായത് കോഡ് സക്സസ്ഫുൾ റൺ ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ പ്രൊഡക്ട്സ് എന്ന ടേബിൾ എന്തൊക്കെയുണ്ടെന്ന് നോക്കാം. അപ്പോൾ അതിന് വേണ്ടി സെലക്ട് സ്റ്റാർ ഫ്രം പ്രൊഡക്ട്സ് ടൈപ്പ് ചെയ്യാം. ഇവിടെ empty സെറ്റ് എന്നാണ് കാണിക്കുന്നത്. അതായത് പ്രൊഡക്ട്സ് എന്ന ടേബിളിൽ ഒരു ഡേറ്റ ഇല്ലെന്നാണ് കാണിക്കുന്നത്. അപ്പം ട്രങ്കേറ്റ് എന്ന് പറയുന്ന കമാൻഡ് നമ്മൾ യൂസ് ചെയ്യുന്നത് ഒരു ടേബിളിലെ എൻ്റെ ഡേറ്റ ഡിലീറ്റ് ചെയ്ത് കളയാൻ വേണ്ടിയിട്ടാണ്. അപ്പം ഇത് നമ്മൾ ഡിഫറൻസ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഡിലീറ്റ് എന്ന് പറയുന്ന കമാൻഡ് നമ്മൾ യൂസ് ചെയ്യുന്ന ഓരോ റോസ് ഓഫ് ഡേറ്റയും ഡിലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. പക്ഷെ നമ്മൾ ട്രങ്കേറ്റ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ആ ടേബിളിൽ തന്നെ എൻ്റെ ഡേറ്റ ഡിലീറ്റ് ചെയ്ത് പോകും. ഇപ്പം നിങ്ങൾക്ക് തോന്നാവുന്ന അടുത്തൊരു ഡൗട്ട് എന്താണെന്ന് വെച്ചാൽ നമ്മളിവിടെ പറഞ്ഞു ട്രങ്കേറ്റ് കൊടുക്കുന്ന വഴി ആ ഒരു ടേബിളിൽ എൻ്റെ ഡേറ്റ പോയി എന്ന്. ആ ടേബിൾ ഡിലീറ്റ് ആയിട്ടുണ്ടോ ഇല്ലയോ നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പം അതിന് വേണ്ടി ഞാൻ ഷോ ടേബിൾസ് എന്ന് പറയുന്ന കമാൻഡ് ടൈപ്പ് ചെയ്യാണ്. ഇപ്പം നമുക്കിവിടെ കാണാം ടേബിൾസ് പ്രൊഡക്ട്സ് എന്ന ടേബിൾ ഇപ്പോഴും ഉണ്ട്. അതായത് ട്രങ്കേറ്റ് യൂസ് ചെയ്യുന്ന വഴി ആ ഒരു ടേബിളിൽ എൻ്റെ ഡേറ്റ പോകുന്നുള്ളൂ. ആ ടേബിളിനെ നമ്മൾ ഡിലീറ്റ് ചെയ്ത് കളയുന്നില്ല. അപ്പോൾ ഈ ഒരു കേസിൽ നമുക്ക് ടേബിൾ തന്നെ ഡിലീറ്റ് ചെയ്ത് കളയണമെന്നുണ്ടെങ്കിൽ നമ്മൾ യൂസ് ചെയ്യുന്ന കമാൻഡാണ് ഡ്രോപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ ഒരു കമാൻഡ് നമുക്ക് ടൈപ്പ് ചെയ്ത് നോക്കാം. അപ്പോൾ ഡ്രോപ്പ് ടേബിളിൻ്റെ പേര് ടൈപ്പ് ചെയ്യാം, പ്രൊഡക്ട്സ്. ഇപ്പോൾ ക്വറി ഓക്കെ, അത് ക്വറി സക്സസ്ഫുൾ റൺ ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഷോ ടേബിൾസ് എന്ന് കാണിച്ചു നോക്കാം. empty സെറ്റ് എന്നാണ് കാണിക്കുന്നത്. അതായത് പ്രൊഡക്ട്സ് എന്ന് പറഞ്ഞ ടേബിൾ തന്നെ ഡിലീറ്റ് ആയി പോയിരിക്കുകയാണ്.
ഇപ്പം നമ്മൾ അവസാനം പറഞ്ഞ പോർഷൻ ഒന്ന് സമ്മറൈസ് പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഡിലീറ്റ് എന്ന് പറഞ്ഞ കമാൻഡ് യൂസ് ചെയ്യുന്നത് ഒരു ടേബിളിലെ ഒരു റോ ഓഫ് ഡേറ്റ ഡിലീറ്റ് ചെയ്ത് കളയാൻ വേണ്ടിയിട്ടാണ്. എന്നാൽ ട്രങ്കേറ്റ് എന്ന് പറഞ്ഞ കമാൻഡ് യൂസ് ചെയ്യുന്നത് ഒരു ടേബിളിലെ എൻ്റെ ഡേറ്റ ഡിലീറ്റ് ചെയ്ത് കളയാൻ വേണ്ടിയിട്ടാണ്. ഇനി ടേബിൾ തന്നെ ഡിലീറ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമ്മൾ യൂസ് ചെയ്യുന്ന കമാൻഡാണ് ഡ്രോപ്പ് എന്ന് പറയുന്നത്. ഇവിടെ ഡിലീറ്റ് എന്ന് പറയുന്നത് മാത്രമാണ് DML കമാൻഡ്. ബാക്കി ട്രങ്കേറ്റും ഡ്രോപ്പും എല്ലാം DDL കമാൻഡ്സ് ആണ്, ഡേറ്റ ഡെഫിനിഷൻ ലാംഗ്വേജ് കമാൻഡ്സ് ആണ്. ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്ത DML കമാൻഡ്സിനെ കുറിച്ചാണ്. ഈ പഠിപ്പിച്ചതിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സോ ക്ലാരിറ്റി കുറവോ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ദയവ് ചെയ്ത് കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ സീക്വൽ പഠിക്കുന്ന നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കുക. താങ്ക്സ് ഫോർ വാച്ചിങ്.